ചായ അമ്മേ. ഇതെന്തുവാ അമ്മ ഇങ്ങനെ കുടിക്കുന്നേ? കുടിച്ചിട്ടേ ആ കപ്പ് വായിനകത്ത് പോവാതെ സൂക്ഷിച്ചോട്ടോ. നീയൊന്നും എന്നെ പഠിപ്പിക്കണ്ട കേട്ടോ ചായ കുടിക്കാൻ, അതൊക്കെ എനിക്കറിയാം. അമ്മേ, ഇന്നൊരു ദിവസം ഞാൻ എന്റെ വീട്ടിലോട്ട് പോയിട്ട് വരട്ടെ അമ്മേ. എടി നീയല്ലേ കഴിഞ്ഞ ആഴ്ച വീട്ടിൽ പോയി വന്നത്? ചെറിയച്ഛന്റെ വീട്ടിൽ കല്യാണം ഉണ്ട്, വലിയച്ഛന്റെ വീട്ടിൽ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അമ്മേ, എന്തുവാ മോളെ? എന്റെ മോൾക്ക് എന്താ പറ്റിയേ? എന്തിനാ എന്റെ മോളിങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുന്നേ? അമ്മേ, ഞാൻ ഇന്ന് രാവിലെ അല്ലേ അമ്മ ഇവിടെ വന്നത്. ഞാനിവിടെ വന്നത് ആ തള്ളേക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്ത് പറ്റി മോളെ? എന്താ ഇപ്പൊ ഉണ്ടായേ? അമ്മേ, ഞാനിപ്പോ രാവിലെ അല്ലേ അമ്മ ഇവിടെ വന്നത്. എന്നിട്ട് ആ തള്ള ഇപ്പൊ തന്നെ വിളിക്കുന്നത് ഞാൻ അങ്ങോട്ട് പോണോന്ന് പറഞ്ഞിട്ട്. നീ വന്നപ്പോ ആ ജോലിയൊക്കെ അവർ തന്നെ ചെയ്യണ്ടേ? അതുകൊണ്ടായിരിക്കും നിന്നെ ഇപ്പൊ വിളിക്കുന്നത്. അല്ലെങ്കിലേ നീയല്ലേ എല്ലാ ജോലി എടുക്കുന്നേ. ഇപ്പൊ അവർക്ക് മടിയാവുന്നുണ്ടാവും ജോലി എടുക്കാനായിട്ട്. നിന്റെ കല്യാണത്തിന് മുമ്പ് അവർ തന്നെയല്ലേ ജോലിയൊക്കെ ചെയ്തോണ്ടിരുന്നേ. മോളെ, നീ നിന്റെ ഭർത്താവിനെ വിളിക്ക്, എന്നിട്ട് പറ ഞാനിവിടെ ഒരാഴ്ച നിന്നിട്ടാ വരുന്നേന്ന്. അവരവിടെ എന്ത് വേണേലും ചെയ്യട്ടെ, മോളിവിടെ ഒരാഴ്ച നിന്നിട്ട് പോയാൽ മതി. ഞാനില്ല അമ്മ, വിളിച്ച് പറഞ്ഞതാ ഞാനിവിടെ നിന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരുന്നേന്ന്. അപ്പൊ ആ തള്ള പറയാ ഇന്ന് വരുന്നെങ്കിൽ വാ, അല്ലെങ്കിൽ അവിടെ തന്നെ അമ്മന്റെ വീട്ടിൽ തന്നെ സ്ഥിര താമസായിക്കോന്ന്. മോളെ, നീല്ലേ ഒരു കാര്യം ചെയ്യും. ഞമ്മക്ക് ആ സന്യാസിന്റെ അവിടെ പോയിട്ട് ഒരു മരുന്ന് വാങ്ങിയിട്ട് നിന്റെ അമ്മയ്ക്ക് പായസത്തിലിട്ട് കലക്കി കൊടുക്കാം. പിന്നെ വേറൊന്നും നോക്കണ്ടല്ലോ, നിനക്കും മേരോനും എപ്പോഴും ഇവിടെ വന്ന് തന്നെ താമസിക്കാലോ. അമ്മേ, ഞാനും നിങ്ങൾക്ക് അതുപോലെ ഒരു പായസം ഉണ്ടാക്കി തരട്ടെ?